രണ്ടാമത്തെ വരുന്നത് ഹെൽപ്പ് അതേഴ്സ് ആണ്. എന്താ ഹെൽപ്പ് അതേഴ്സ് പറഞ്ഞാല് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക. അധിക സമയത്തും നമ്മളെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ, ധൃതിയാന്ന് പറയാം, എന്റെ ധൃതിയാന്ന് പറയാം. നമ്മൾ പറയും നമ്മൾ ആരോടെങ്കിലും ഇങ്ങനെ പറയണം, കുറച്ച് എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ ചോദിക്കുമ്പോൾ എന്താണെന്ന് പറയാം, ക്യാഷില്ലാന്ന് പറയേ. ക്യാഷ് മാത്രമാണോ സഹായം? അല്ല. നമ്മളെ എന്താണ്, നമുക്ക് ഫിസിക്കലായിട്ട് മെന്റലി ആയിട്ടൊക്കെ നമുക്ക് ആളുകളെ സഹായിക്കാൻ പറ്റും ഇല്ലേ? നിങ്ങൾ ആരും സഹായിച്ചിട്ടില്ലേ? ഇവിടെ ഇങ്ങനെ ആരും സഹായിക്കില്ലേ? ഇല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാന്ന് പറയുമ്പോ ചിലപ്പോ നമ്മള് ഒരാളെ കേട്ടുകൊണ്ടിരിക്കുന്നതാവാം. ഒരാള് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അയാളെ കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് പറ്റും നിന്നെ കേൾക്കാന്, നിന്റെ പരാതി എന്താണെന്ന് കേൾക്കാൻ എനിക്ക് പറ്റുമെന്ന് പറയണേ. അപ്പൊ നമ്മള് ഈ കൗൺസിലിംഗിലൊക്കെ, ഞാനൊരു കൗൺസിലറാണ്, സൈക്കോളജിക്കൽ കൗൺസിലറാണ്. ഇപ്പൊ കൗൺസിലിംഗിലൊക്കെ നമ്മള് എന്താണ്, ചില ആളുകളില്ലേ എന്തെങ്കിലും പരാതികളൊക്കെ അവരുടെ വിഷമങ്ങളൊക്കെ വന്ന് പറയുന്നതോടെ, അപ്പൊ ആ സമയത്ത് നമ്മള് അവരോട് എന്താണ് നോ പറയാതെ നമ്മൾ അവരെ കേട്ടിരിക്കാൻ തയ്യാറാവാം. എന്താണ് ചില ആളുകൾക്കില്ലേ സൊല്യൂഷൻ ഒന്നും കിട്ടേണ്ടിയില്ല. അവരുടെ പ്രശ്നം എന്താണ്, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞ് ഓടിയേക്കുന്ന ആൾക്കാരൊന്നാവില്ല. അവർക്ക് എന്താ ജീവിതത്തിൽ കേൾക്കാനാണില്ല. കുറച്ച് സമയം നമുക്ക് മനുഷ്യന്മാർ പരാതി പരിഭവം കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് വേണം. അതാണ് കൗൺസിലിംഗിന് പ്രധാനപ്പെട്ടൊരു പോയിന്റ്. അതാണ് നമ്മൾ കേട്ടിരിക്കുക. ഇനി നമ്മൾ പ്രായമായ ആൾക്കാരൊക്കെ അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ പ്രായമായ ആൾക്കാര്, അവർക്കൊക്കെ പലപ്പോഴും എന്താണ് അവരുടെ പരാതികൾക്ക് ഒരു സൊല്യൂഷൻ ആവശ്യമുണ്ടാവില്ല. ഞാൻ കേൾക്കാൻ തയ്യാറാണ്, നിങ്ങൾ ഇത് കേൾക്കാൻ ഞാൻ ഉണ്ട് എന്ന് പറയണം, ആ ഒരു അവസ്ഥ. അപ്പൊ നമ്മളിൽ ആ ഒരു പരസ്പരം ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരാണെങ്കിൽ എന്താണ്, നമുക്ക് ജീവിതത്തിൽ ശക്തരാവാം. നമ്മൾ ഓൾറെഡി അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും, പോസിറ്റീവ് എനർജി കിട്ടൂലേ? നമ്മൾ ഓൾറെഡി കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ നമുക്കും അത് കിട്ടും. അപ്പൊ അങ്ങനെ ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാവൂലേ പാട്ട് ഒന്നും ചെയ്തെടുക്കാം, പാട്ട് പാടാന് കഥ പറയാനൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. പ്രായമായ ആൾക്കാരെടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന ഡിപ്രഷൻ ആയിട്ടും ആൻസൈറ്റി ആയിട്ടും ഒക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓരോരുത്തർ പോയിട്ട് നിങ്ങള് ഒരു പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്. പാട്ട് സംഗീതം എന്താ ശരിക്കും നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കൂലേ? അതറിയില്ലേ സംഗീതം? പിന്നെ കഥകളൊക്കെ പറയുന്നതോടുകൂടി നമ്മുടെ മൈൻഡ് ഇങ്ങനെ കൂടുതൽ റിലാക്സ് ആയിട്ട് വരും. അപ്പൊ നമ്മള് അങ്ങനെ നമുക്ക് ആ ഒരു മെന്റാലിറ്റി വരണം. ഇപ്പൊ ഒരുപാട് മേഖലകളുണ്ട് അല്ലേ? പിന്നെ പാലിയേറ്റീവ് കെയർ ഉണ്ട്, പിന്നെ ഡിസ്നി കൾച്ചറൽ സെന്റർ ഉണ്ട്. അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേഷ്യൻസിന്, ഒരുപാട് ഡിപ്രഷൻ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരെ, മെന്റലി സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ കാണാം. അവർക്കൊക്കെ അവരോടൊക്കെ പോയിട്ട് പറയാം, ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് കേൾക്കാൻ ഞാൻ ഉണ്ട് എന്ന് പറയാൻ ഒരാളുണ്ടായാൽ അതാണ് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ എന്താണ് ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മള് കുറെ കാര്യമായിട്ട് എന്നാണോ നമുക്ക് പൈസ ഉണ്ടാവുന്നത് അന്ന് ആൾക്കാരെ സഹായിക്കാൻ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പൈസ ഉണ്ടാവട്ടെ, അപ്പൊ പഠിച്ചാൽ നമുക്ക് ആരോഗ്യം തരുമോ? പൈസ ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും കാര്യമോ? ഇല്ല. അപ്പൊ അങ്ങനെ നമ്മള് ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവുമ്പോ നമുക്ക് എന്തെങ്കിലും നമുക്ക് ശക്തി ഉണ്ടാവേ.